വൃക്കയെ ബാധിക്കുന്ന ക്യാൻസർ പ്രധാനമായും പ്രായമായവരിലാണ് കണ്ടുവരുന്നത്. ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ശരീരത്തിലെ മെറ്റബോളിസം പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷാംശങ്ങളെ പുറന്തള്ളപ്പെടുന്നതിനൊപ്പം ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ അളവ് നിലനിർത്തുന്നതിലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും വൃക്കകൾ നിർണായക പങ്കുവഹിക്കുന്നു. ആർക്കൊക്കെയാണ് വൃക്കയിലെ ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ? പുകയില പോലുള്ള ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളുമായി സമ്പർക്കമുള്ളവർക്ക് ഈ രോഗസാധ്യത വർദ്ധിക്കുന്നു. അമിതവണ്ണമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, വേദന സംഹാരികൾ ദീർഘകാലമായി ഉപയോഗിക്കുന്നവർ എന്നിവരിലും രോഗസാധ്യത ഉയർന്നതാണ്. ഇതിന് പുറമെ വൃക്ക സംബന്ധമായ മറ്റ് തകരാറുകൾ ഉള്ളവർക്കും ദീർഘകാലമായി ഡയാലിസിസിന് വിധേയമാകുന്നവർക്കും വൃക്കയിൽ ക്യാൻസർ വരാം. പ്രധാന ലക്ഷണങ്ങൾ: തുടക്കത്തിൽ ഈ രോഗം വൃക്കകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുമെങ്കിലും രക്തത്തിലൂടെയും ലിംഫ് നാളികളിലൂടെയും ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് പടരാൻ ഇതിന് സാധിക്കും. ശ്വാസകോശം, അസ്ഥികൾ, തലച്ചോറ്, കരൾ എന്നിവിടങ്ങളിലേക്കാണ് ഇത് സാധാരണ പടരാറുള്ളത്. തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ: വാരിയെല്ലിന് താഴെ വശങ്ങളിലായി ഉണ്ടാകുന്ന മുഴ അല്ലെങ്കിൽ വീക്കം, വിട്ടുമാറാത്ത നടുവേദന, വയറുവേദന, മൂത്രത്തിലൂടെ ചോര പോവുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മറ്റവയവങ്ങളിലേക്ക് പടരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നാൽ വിട്ടുമാറാത്ത കടുത്ത നടുവേദന, കടുത്ത തലവേദന, ഛർദി, കാഴ്ചമങ്ങൽ, അപസ്മാരം, ശ്വാസതടസ്സം എന്നിവ ഉണ്ടാകാം. രോഗനിർണയം എങ്ങനെ? വയറ് പരിശോധിക്കുമ്പോൾ അസ്വാഭാവികമായ മുഴകൾ കണ്ടെത്താൻ സാധിച്ചേക്കാം. കോൺട്രാസ്റ്റ് CT, MRI തുടങ്ങിയ റേഡിയോളജിക്കൽ ഇമേജിംഗ് പരിശോധനകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇമേജിംഗ് ടെസ്റ്റുകളിൽ വൃക്കയിൽ വളർച്ച കാണുന്നവരിൽ തെറ്റായ രോഗനിർണയത്തിന് സാധ്യതയുള്ളതിനാൽ റേഡിയോളജിക്കൽ പരിശോധനകൾ മാത്രം പൂർണ്ണമായി ആശ്രയിക്കാനാവില്ല. മിക്ക വൃക്ക ക്യാൻസറുകളും തുടക്കത്തിൽ തന്നെ ചെറിയ മുഴകളായി കണ്ടെത്താൻ സാധിക്കാറുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം രോഗികളിൽ റാഡിക്കൽ നെഫ്രോട്ടമി വഴി ബാധിക്കപ്പെട്ട വൃക്ക പൂർണ്ണമായും നീക്കം ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞ രോഗികളിൽ പാർഷ്യൽ നെഫ്രോട്ടമി അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണം എന്നിവയാണ് നിർദ്ദേശിക്കുന്നത്. പാർഷ്യൽ നെഫ്രോട്ടമിയിലൂടെ വൃക്കയിലെ ക്യാൻസർ ബാധിച്ച ഭാഗം മാത്രം പൂർണ്ണമായി നീക്കം ചെയ്യുകയും വൃക്കയുടെ ബാക്കി നല്ലൊരു പങ്ക് കോശങ്ങളെയും പ്രവർത്തനക്ഷമം ആക്കാനും നിലനിർത്താനും സാധിക്കും.